അൽഹംദുലില്ലാഹ് താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരുടെ ഉറൂസിൻ്റെ സമാപന പരിപാടിയിലാണ് നാം ഉള്ളത്. അവിടുത്തെ മദദ് കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും അല്ലാഹു വെളിച്ചമാക്കി തീർക്കട്ടെ. മഹാനായ താജുൽ ഉലമ നമുക്കറിയാം, പതിറ്റാണ്ടുകളോളം സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വ്യവസ്ഥാപിതവും ശക്തവുമായ പണ്ഡിത സഭയ്ക്ക് നേതൃത്വം നൽകുകയും അതിൻ്റെ വ്യവസ്ഥാപിത രീതിയിൽ നിന്നോ ആദർശങ്ങളിൽ നിന്നോ തെന്നിമാറുന്നോ എന്ന് സംശയിച്ച ഒരു കാലഘട്ടത്തിൽ വളരെ ധൈര്യത്തോടെ തൻ്റെ ഇടത്തോടെ ഇൻകാന വഹദി, ഞാൻ ഒറ്റക്കാണെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ട് ആദർശത്തിൻ്റെ നിലനിൽപ്പിനു വേണ്ടി സമസ്ത കേരള ജമിയത്തുൽ ഉലമ പുനഃസംഘടിപ്പിക്കുവാനും തുടർന്ന് അതിൻ്റെ യഥാർത്ഥ പാതയിലൂടെ മുന്നോട്ട് നയിക്കുന്നതിനും നേതൃത്വം നൽകി സമുദായത്തിന് ദിശാബോധം നൽകിയ മഹാനായ നേതൃത്വമാണ്. പണ്ഡിതൻ എന്ന നിലക്ക്, സയ്യിദ് എന്ന നിലക്ക്, നേതാവ് എന്ന നിലക്ക്, ആളുകളുടെ ആശ്രയം എന്ന നിലക്ക് എല്ലാ തലത്തിലും മാതൃകയായ വ്യക്തിത്വമാണ് താജുൽ ഉലമ. ചെറിയൊരു സംഭവം മാത്രം ബർക്കത്തിന് അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. 2003 ഹജ്ജിന്റെ സമയത്ത് മഹാനായ താജുൽ ഉലമയും ഹജ്ജിന് വന്നിട്ടുണ്ട്. SYSന്റെ ഹജ്ജ് സംഘത്തിലോ താജുൽ ഉലമയെ കൊണ്ട് ദ്വാരപ്പിക്കാനുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു. അതിനൊരു ഖാദിമായ അന്ന് ഹജ്ജിന് പോയൊരു വ്യക്തി എന്ന നിലക്ക് താജുൽ ഉലമയെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി എന്നെയാണ് ഏൽപ്പിച്ചത്. ഇപ്പം ഞങ്ങൾ ആഗ്രഹം പറഞ്ഞു, TSK തങ്ങൾ ബുഖാരി നവറല്ലാഹു മർക്കദുവായിരുന്നു ചീഫ് അമീർ. തങ്ങളോട് പറഞ്ഞു നമുക്കവിടെ സലാത്തൊക്കെ ചെല്ലണ്ടേ. അപ്പോൾ തങ്ങൾ പറഞ്ഞു അതിനൊന്നും സാധിക്കൂല, താജുൽ ഉലമ ഒന്ന് ദ്വാരം നീട്ടിയാൽ മതി. അങ്ങനെ താജുൽ ഉലമയെ കൂട്ടാൻ പോയി. താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോയി താജുൽ ഉലമ റെഡിയാക്കി. എന്നോട് ചോദിച്ചു എന്താടാ വന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഓർമ്മൊന്ന് ദ്വാരം തരണം. അപ്പൊ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽഭകമെന്ന് പറഞ്ഞതുപോലെ താജുൽ ഉലമ ചോദിക്കുകയാണ്, അവിടെ കുറച്ച് സ്വലാത്തൊക്കെ ചെല്ലണ്ടേ, ദ്വാര മാത്രം മതിയോ? എന്താണോ ആഗ്രഹിച്ചത് അത് പറയാതെ തങ്ങൾ പറയുകയും അവിടെ വന്ന് ദുആക്ക് സ്വലാത്ത് ചൊല്ലി ദുആക്ക് നേതൃത്വം നൽകുകയും ചെയ്യും. ഇങ്ങനെ ഈ ആളുകളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് സമുദായത്തിന് ധീരമായി നേതൃത്വം നൽകിയ നമ്മൾ ആലോചിക്കേണ്ടത്, അന്ന് ബഹുമാനപ്പെട്ട താജുൽ ഉലമയും സുൽത്താനുൽ ഉലമയും ഒക്കെ ആ ഒരു നിർണായക തീരുമാനമെടുത്തിരുന്നില്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്നാലോചിക്കുമ്പോഴാണ് അവിടുത്തെ നേതൃപാടവത്തിന്റെ ആ ഹിമ്മത്തിന്റെ ധൈര്യത്തിന്റെ അളവ് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉള്ളാൾ ദർഗ കമ്മിറ്റി പ്രസിഡന്റ് ജനാബ് ഹനീഫ ഹാജി സാഹിബർ സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.